ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 61. മീൻകാരുടെ കവാടത്തിൽ വെച്ച് ഈശോ ഒടിഞ്ഞ കഠാരകളുടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. നഗര കവാടങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. പച്ചക്കറികളും മറ്റു സാധനങ്ങളുമായി വന്നവർ കവാടത്തിൻ്റെ മുൻപിൽ കൂട്ടം കൂടി നിൽക്കുന്നു. കഴുതകൾ സദാ കരയുന്നുണ്ട്. ഉടമസ്ഥന്മാരും കഴുതയെപ്പോലെ തന്നെ പരസ്പരം കലഹിക്കുന്നു. ഒരു കഴുതയുടെ പുറത്ത് കൊണ്ടുവന്നിരുന്ന ഇലക്കറികളിൽ നല്ലൊരു പങ്ക് വേറൊരു കഴുത തിന്നു തീർത്തു. അതേ ചൊല്ലി രണ്ടാളുകൾ വഴക്കിടുകയാണ്. ഒരു പക്ഷേ പഴയ വിരോധം തീർക്കാനും പരസ്പരം ചീത്ത പറയാനും ഇതൊരവസരമായി എന്ന് പറയാം. ഇരുവരും അവരുടെ നീളം കുറഞ്ഞ ഉടുപ്പുകളുടെ അടിയിൽ നിന്ന് ഓരോ വലിയ കത്തി വലിച്ചെടുക്കുന്നു. കൂർത്ത കഠാര പോലെയുള്ള കത്തികൾ. അവയുടെ വായുത്തല സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നു. കത്തി ഓങ്ങി നിൽക്കുന്ന വൈരികളെ പിടിച്ചു മാറ്റാൻ ആരും ശ്രമിക്കുന്നില്ല. ചിന്താമഗ്നനായി അതിലെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഈശോ തല ഉയർത്തി നോക്കി. കത്തിയുമായി നിൽക്കുന്നവരുടെ ഇടയിൽ ഈശോ ഓടിയെത്തി. ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കത്തി താഴെയിടൂ. ഈശോ ആജ്ഞാപിച്ചു. ഇല്ല, ഞാൻ ഈ പട്ടിയെ ഇന്ന് വകവരുത്തും. ഇവനെ ഞാൻ അവൻ്റെ കുടലെടുക്കും. ഇരുവരും ഈശോയെ തള്ളി മാറ്റിയിട്ട് എതിരാളികളെ കുത്താൻ ശ്രമിക്കുന്നു. രണ്ടുപേരും ഈശോയെ പുലഭ്യം പറയുന്നു. നസ്രായേൽക്കാരാ, ഇങ്ങ് മാറി നിന്നോ, അല്ലെങ്കിൽ തനിക്കായിരിക്കും അപകടം പറ്റുക, ആളുകൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈശോ മാറുന്നില്ല. വഴക്കടിക്കുന്നവരോട് ദൈവത്തെപ്പറ്റി സംസാരിക്കുകയും ശാന്തരാക്കാൻ ശ്രമിക്കുകയുമാണ്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. എതിരാളികൾ കോപാക്രാന്തരായിരിക്കുകയാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി ഈശോയിൽ നിന്ന് പ്രസരിച്ചു തുടങ്ങി. ഈശോ ഒരിക്കൽ കൂടി പറഞ്ഞു, ഈ വഴക്ക് നിർത്താൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ വഴക്കാളികൾ ഈശോയെ പുലഭ്യം പറഞ്ഞു. എന്നാൽ ഈശോ കൈകൾ മുൻപോട്ട് നീക്കി അവിടുത്തെ കണ്ണുകളിൽ നിന്ന് പ്രകാശം സ്ഫുരിച്ചു. ഒരു വാക്കും ഈശോ ഉരിയാടിയില്ല. പക്ഷേ കത്തികൾ പല കഷ്ണങ്ങളായി ഒടിഞ്ഞു വീണു, പാറയിൽ വീണ് തകർന്ന കണ്ണാടി പോലെ. തങ്ങളുടെ കയ്യിൽ കത്തിയുടെ പിടി മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന് കണ്ട് ആ എതിരാളികൾ അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നു. അവരുടെ കോപം അടങ്ങി. സംഭവം കണ്ട് അത്ഭുതപ്പെട്ട് ജനം ആർത്തു വിളിച്ചു. യേശു വീണ്ടും ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ ബലമെല്ലാം എവിടെ പോയി? നിങ്ങൾ അവകാശം സ്ഥാപിക്കാൻ എന്തിനെയാണ് ആശ്രയിച്ചത്? ഈ മണ്ണിൽ കിടക്കുന്ന ഇരുമ്പിൻ്റെ കഷ്ണങ്ങളെയോ? സഹോദരനെതിരായി കോപിച്ചു, പാപം ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടമാകുമ്പോൾ നിങ്ങളുടെ ശക്തി ഇല്ലാതാകുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മാനുഷികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയം നേടാൻ ശ്രമിക്കുന്നത് മഠയത്തരമാണ്. അക്രമമല്ല, ബലപ്രയോഗവുമില്ല. ജീവിതവിശുദ്ധിയാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടിത്തരുന്നത്. ദൈവം നീതിമാന്മാരുടെ കൂടെയാണ്. ഏതാനും നാണയങ്ങൾക്ക് വേണ്ടി കൊലപാതകം നടത്താൻ തയ്യാറായ നിങ്ങൾ ഒരു ചാൺ മണ്ണിന് വേണ്ടി കൊലപാതകം നടത്തും. ഇതെല്ലാം അനശ്വരമാണോ? അല്ല, അവ ഒരായുഷ്കാലം പോലും നിലനിൽപ്പില്ലാത്തതാണ്. അനന്തകാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യ ആയുസ് ഒരു നിമിഷം മാത്രമാണ്. ഇവയ്ക്ക് വേണ്ടി നിങ്ങൾ നഷ്ടമാക്കുന്നത് എന്താണ്? നീതിമാന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനശ്വരമായ നിത്യജീവൻ. ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ ആരാണ്? ആത്മശക്തി കൊണ്ട് വാൾമുന ഒടിക്കുന്ന നിങ്ങൾ ആരാണ്? ദൈവത്തിന് മാത്രമേ ഇതൊക്കെ ചെയ്യാനാകൂ. നിങ്ങൾ മിശിഹായാണോ? 3-4 പേർ ഈശോയോട് ചോദിച്ചു. അതെ, ഞാൻ മിശിഹായാണ്. ഗലീലിയായിൽ രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവത്തെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്നത് നിങ്ങളല്ലേ? അതെ, എനിക്ക് വയസ്സായ ഒരമ്മയുണ്ട്. മരിക്കാറായി കിടക്കുന്നു. എൻ്റെ അമ്മയെ സുഖപ്പെടുത്തുമോ? എൻ്റെ ദേഹമാസകലം വേദനയാണ്. ശരീരത്തിന് തീരെ ബലമില്ല. എൻ്റെ കുട്ടികളെല്ലാം തീരെ ചെറുപ്പമാണ്. എന്നെ സുഖപ്പെടുത്തുവോ? വേറൊരാൾ പറഞ്ഞു, വീട്ടിൽ പോയിക്കൊള്ളൂ. ഇന്ന് വൈകുന്നേരം നിൻ്റെ അമ്മ നിനക്ക് അത്താഴം ഉണ്ടാക്കിത്തരും. ഇനി നിൻ്റെ കാര്യം, നീ സുഖം പ്രാപിക്കും. ഇതെൻ്റെ ആജ്ഞയാണ്. അവർ ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? നസ്രായേൽക്കാരനായ ഈശോ. ഈശോയ്ക്ക് ഹോസാന. ജനക്കൂട്ടം ആഹ്ലാദാരവം മുഴക്കുന്നു. അത്ഭുതം നടന്ന വാർത്ത നഗരത്തിലെങ്ങും പരന്നു. അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിയെത്തി. കുഞ്ഞുങ്ങളെ ഉയർത്തിപ്പിടിച്ചു. ഈശോ അവരെ അനുഗ്രഹിച്ചു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്ന് നഗരത്തിൽ പ്രവേശിക്കാൻ ഈശോ ശ്രമിച്ചു. പക്ഷേ ജനക്കൂട്ടം സമ്മതിക്കുന്നില്ല. ഇവിടെ ഞങ്ങളോടൊപ്പം വസിക്കൂ. യൂദായിൽ താമസിക്കുന്ന ഞങ്ങളും അബ്രഹാത്തിൻ്റെ മക്കളാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യൂദാസ് ഓടി വന്ന് തിരക്കി. റബ്ബി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഗലീലയിലല്ല, ഇവിടെ നമുക്ക് റബ്ബിയെ വേണം. ഗുരു, ഞാൻ പറഞ്ഞില്ലേ, ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് കുറേ കാലം ഇവിടെ താമസിക്കണം.
യൂദാസയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇസ്രായേൽ ജനമായ ആടുകളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാനാണ് എൻ്റെ ശ്രമം. ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട്. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അങ്ങയെ ശുശ്രൂഷിക്കുക, അങ്ങയെ വിജയിപ്പിക്കുക, അത്രമാത്രം.